ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിസസ് ഓഫ് ഓർഡർ 3 ആണ്. ഓർഡർ 3 ഉള്ള രണ്ട് മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഓർഡർ 2 ഉള്ള മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാത്തവരാണെങ്കിൽ അത് പെട്ടെന്ന് ഓടിപ്പോയി പഠിച്ചിട്ട് ഈ വീഡിയോയിലോട്ട് കിടക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ബോധം വേണം, നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ ഓർഡറും 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മൾ ഓർഡർ 2 പഠിച്ചവർക്ക് ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ലാഗാക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നോക്കിക്കോ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? എയിലെ ആദ്യത്തെ റോ എടുത്തു, ബിയിലെ ആദ്യത്തെ കോളം എടുത്തു, എന്നിട്ട് എയിലെ ആദ്യത്തെ എലമെൻ്റ് ഗുണനം ബിയിലെ ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് എയിലെ ആദ്യത്തെ എലമെൻ്റ് ഗുണനം ബിയിലെ രണ്ടാമത്തെ എലമെൻറ്റ്, എയിലെ മൂന്നാമത്തെ എലമെൻ്റ് ഗുണനം ബിയിലെ മൂന്നാമത്തെ എലമെൻറ്റ്. ഇങ്ങനെ ചെയ്യണം. കണ്ടോ, ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ എഴുതിയേക്കുന്നത്, അതുപോലെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ്, അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എടുക്കണം? ആദ്യത്തെ റോയും രണ്ടാമത്തെ കോളം എടുക്കണം, എന്നിട്ട് കറസ്പോണ്ടായിട്ട് ഗുണിച്ചു പോകണം. ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ്, ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റ്, എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അതേ റോയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൻസറിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു റോ എടുത്തിട്ട് അതിനെ 3 കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇനി മൂന്നാമത്തെ കോളം മൂന്നാമത്തെ കോളം എടുക്കുമ്പം 1 × 1 പ്ലസ് 2 × 5 പ്ലസ് 3 × 2 അങ്ങനെ നമ്മൾ എഴുതി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിനി സെക്കൻഡ് റോയിലോട്ട് വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എയിലെ സെക്കൻഡ് റോ എടുക്കണം. എയിലെ സെക്കൻഡ് റോ എടുത്തു, എന്നിട്ട് ആദ്യത്തെ എലമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കോളം എടുക്കണം. എന്നിട്ട് ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ്, ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ നമുക്ക് ഏതാണ്ട് രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. അടുത്തതായിട്ട് അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളം എടുക്കണം. എന്നിട്ട് 4 × 7 പ്ലസ് 5 × 2 പ്ലസ് 6 × 3 അങ്ങനെ ചെയ്തു. ഇനി അടുത്ത അതേ റോയിൽ തന്നെ മൂന്നാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ റോ എടുത്ത് മൂന്നാമത്തെ കോളം എടുത്ത് 4 × 1 പ്ലസ് 5 × 5 പ്ലസ് 6 × 2 അങ്ങനെ ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ഇച്ചിരി കൺഫ്യൂഷനൊക്കെ തോന്നും, പിന്നെ ഇതങ്ങ് ശീലമായിക്കോളും, കുഴപ്പമില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിക്കോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ റോയുടെ കാര്യം സെറ്റായി. ഇനി നമ്മൾ മൂന്നാമത്തെ റോ നോക്കണം. മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ എലമെൻറ്റിന് വേണ്ടിയിട്ട് ബിന്ന് ആദ്യത്തെ കോളം എടുത്ത്, എന്നിട്ട് 7 × 6 പ്ലസ് 1 × 3 പ്ലസ് 2 × 1 അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ റോയിൽ തന്നെ രണ്ടാമത്തെ കോളത്തിൽ കിട്ടണം. മൂന്നാമത്തെ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ കോളം എടുത്തു, എന്നിട്ട് അതും ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഗുണിച്ചു. ഇനി അടുത്ത എലമെൻറ്റിന് വേണ്ടിയിട്ട് അതേ റോയിൽ തന്നെ മൂന്നാമത്തെ റോയിൽ തന്നെ മൂന്നാമത്തെ കോളം എടുത്തു, അത് തമ്മിൽ ഗുണിച്ചു. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് 15 മാർക്കിന് ചോദിക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് എളുപ്പമാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ തന്നെയുള്ളൂ. നമ്മൾ ഓർഡർ 2 ഉള്ളതിൽ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞില്ലേ, മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് നമുക്ക് സാധാ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ 2 × 3 തന്നെയാണ് 3 × 2ഉം. പക്ഷേ മെട്രിസസിൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് ഗുണിച്ച വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഷോ ചെയ്യാനായിട്ട് ചോദിക്കും. ഇതാണ് നമുക്ക് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, എളുപ്പമാണ്. ആദ്യമത്തെ നമ്മുടെ ഡ്യൂട്ടി ആദ്യമത്തെ ഡ്യൂട്ടി നമ്മൾ എ ബി കണ്ടുപിടിക്കുക. എ ബി, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എ മെട്രിക്സും ബി മെട്രിക്സും എഴുതി. എന്നിട്ട് ഇനി എ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇവിടുത്തെ റോ എടുത്ത് ആദ്യത്തെ ഇവിടുത്തെ കോളം എടുത്തു.
എന്നിട്ട് കറസ്പോണ്ടിങ് 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 0. അപ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് കണ്ടുപിടിച്ചു. ഇനി അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കോളം എടുത്തു. എന്നിട്ട് 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു -2 അങ്ങനെ ചെയ്തു. അടുത്തത് അതേ റോയിൽ തന്നെ മൂന്നാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ കോളം എടുത്തു. 1 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു -3 അങ്ങനെ ചെയ്തു. ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞില്ലേ ഓർഡർ 3 ആയിരിക്കും, അതായത് 3 കോളം 3 റോയും ഉള്ളൊരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. ഇനി അടുത്ത റോ എടുത്തു, രണ്ടാമത്തെ റോ എടുത്തു. വലുതായിപ്പോയി അല്ലേ. രണ്ടാമത്തെ റോ എടുത്തു. രണ്ടാമത്തെ റോ എടുത്തു. ആദ്യത്തെ എലമെൻറ്റ് വേണ്ടി ആദ്യ കോളം എടുത്തു. 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 0 നമ്മൾ എഴുതി. അടുത്തതായിട്ട് അതേ റോയും എടുത്തു. അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റിന് വേണ്ടിയിട്ട് അതേ റോയും അടുത്ത രണ്ടാമത്തെ കോളം എടുത്തു. 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു -2 അങ്ങനെ ചെയ്തു. ഓക്കെ, സെറ്റല്ലേ. അടുത്ത അതേ റോയിൽ തന്നെ മൂന്നാമത്തെ എലമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ കോളം എടുത്ത് 2 ഇൻറ്റു -1 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു -3 അങ്ങനെ എഴുതി. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ റോയുടെ കണ്ടുപിടിക്കാനായിട്ട് മൂന്നാമത്തെ റോ എടുത്തു. ആദ്യത്തെ എലമെൻറ്റിന് വേണ്ടിയിട്ട് ആദ്യത്തെ കോളം എടുത്തു. -1 ഇൻറ്റു 0 കണ്ട ഇവിടുത്തെ -1 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 0 അങ്ങനെ ചെയ്തു. ഇനി അതേ റോയിൽ തന്നെ മൂന്നാമത്തെ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ റോയും എടുത്തു, രണ്ടാമത്തെ കോളം എടുത്തു. -1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു -2 അങ്ങനെ ചെയ്തു. അടുത്ത അതേ റോയിൽ തന്നെ മൂന്നാമത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്നാമത്തെ കോളം എടുത്തു. -1 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു -3 ഇങ്ങനെ. അപ്പം നമുക്ക് ഇത് നമ്മൾ ചെയ്യുമ്പം ഇനി ചിലവർക്ക് ഡൗട്ട് വരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ഇൻറ്റു 0 ബ്രാക്കറ്റ് പ്ലസ് അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0 ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നോക്കിക്കോണം. പിന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഈ നെഗറ്റീവ് സൈനൊക്കെ വരുമ്പോഴുള്ള അഡീഷനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അറിയാത്തവർക്കാണെങ്കിൽ അതും നോക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്തോ ചെയ്യണം? BA ചെയ്യണം അല്ലേ. AB നോട്ട് ഈക്വൽ ടു BA എന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ AB ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് BA ചെയ്യണം. BA ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? B മെട്രിക്സിനെ ആദ്യം എടുത്തെഴുതണം. ഇത് ആദ്യം എടുത്തെഴുതണം. D ആദ്യം എടുത്തെഴുതണം. ഇനി ഇത് രണ്ടാമതും എടുത്തെഴുതണം. ഇത് ആദ്യവും ഇത് രണ്ടാമതും എടുത്ത് എഴുതണം. അങ്ങനെയാണ് നമ്മൾ BA ചെയ്യുന്നത്. കണ്ടോ, നമ്മളിവിടെ എഴുതിയെടുത്താൽ കണ്ടോ? B ആദ്യം എഴുതി, A രണ്ടാമതും എഴുതി. ഇനി നോക്കിക്കോ, ഇനി അതും നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെയാണ്. ആദ്യത്തെ റോ എടുത്തു, ആദ്യത്തെ കോളം എടുത്തു, കറസ്പോണ്ടിങ് ആയിട്ട് ഗുണിച്ചു. 0 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് -1 ഇൻറ്റു -1 കണ്ട അങ്ങനെ ചെയ്ത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ റോ എടുത്തു, രണ്ടാമത്തെ കോളം എടുത്ത് 0 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് -1 ഇൻറ്റു 1 അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഇതിൽ കിട്ടി. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ റോയിൽ തന്നെ മൂന്നാമത്തെ കോളം എടുത്തു. 0 ഇൻറ്റു 3 2 ഇൻറ്റു 4 -1 ഇൻറ്റു 2 അത് എന്നിട്ട് പ്ലസ് ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ റോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റോ എടുത്തു. ആദ്യത്തെ എലമെൻറ്റിന് വേണ്ടി ആദ്യത്തെ കോളം എടുത്തു. 1 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു -1 അങ്ങനെ എഴുതി. ഓക്കെ, അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അടുത്ത അതേ റോയിൽ തന്നെ രണ്ടാമത്തെ എലമെൻറ്റ്. അപ്പോൾ അതേ റോ എടുത്തു, രണ്ടാമത്തെ കോളം എടുത്തു. 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 1 അങ്ങനെ ചെയ്തു. അടുത്ത മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടി ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ നമ്മൾ ഗുണിച്ചു.
അടുത്ത മൂന്നാമത്തെ റോയിലെ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ റോ എടുത്തു, ആദ്യത്തെ ഇവിടുത്തെ കോളം എടുത്തു, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗുണിച്ചു, എന്നിട്ട് ആഡ് ചെയ്തു. കണ്ടോ, എപ്പോഴെപ്പോഴും പറയണ്ടല്ലോ, മനസ്സിലായി കാണും ഇപ്പം തന്നെ, ഈസി അല്ലേ. എന്നിട്ട് ഇതെടുത്തു. ഇനി രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ രണ്ടാമത്തെ കോളം എടുത്തു, മൂന്നാമത്തെ എലമെൻറ്റിൻ്റെ മൂന്നാമത്തെ കോളം എടുത്തു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുവാണെങ്കിൽ അഡീഷനിൽ ഒരു ഡൗട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ആണെങ്കിൽ പ്ലസ്സും മൈനസും കൂടെ ഒന്നിച്ച് വന്നില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സൈൻ എന്ന് പറയും. അപ്പം പ്ലസ്സും മൈനസും കൂടെ ഒന്നിച്ച് വരുവാണെങ്കിൽ മൈനസ് ആയിരിക്കും. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂളാണ് നോക്കുന്നത്, മൈനസ് ആയിരിക്കും വരുന്നത്. എന്നാൽ ഇനി രണ്ട് മൈനസ് സൈൻ അടുത്ത് വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. രണ്ട് മൈനസ് പ്ലസ് ഇങ്ങനെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഇങ്ങനെ അടുത്ത് വരുവാണെങ്കിൽ മൈനസ് ആയിരിക്കും. പിന്നെ രണ്ട് മൈനസ് സൈൻ ഒന്നിച്ച് വരുവാണെങ്കിൽ പ്ലസ്സും ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഈ ക്വസ്റ്റ്യൻ ഇതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 15 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് പഠിച്ചിട്ട് പോകണം, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ.